നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമ്മൾ ഒന്നാം ഘട്ടം ഇവിടെ നേരത്തെ അവസാനിച്ചു. 6 ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ അവസാനിച്ചത്. പരീക്ഷകൾ അടുത്ത് കഴിഞ്ഞു. ഏപ്രിലിൽ പ്രിസൺ ഓഫീസറുണ്ട്, മെയിൽ എക്സൈസ് ഉണ്ട്, പിന്നെ പോലീസായി, പിന്നെ ഫയർഫോഴ്സായി. പരീക്ഷകളുടെ ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആത്മാർത്ഥമായിട്ട് ആരൊക്കെ സമീപിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ ഇന്നും പഠിച്ചു എന്നതിലല്ല, പഠിക്കുന്ന ടോപ്പിക്ക് കറക്റ്റ് റിവിഷൻ നടത്തുകയും അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്നും കുറെ ടോപ്പിക്ക് പഠിക്കും, കമ്പൈൻ സ്റ്റഡി ചെയ്യും, കുറെ വൺ വേർഡ് ചോദ്യങ്ങൾ ഉത്തരം കണ്ടല്ല, കുറെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ റിവിഷൻ നടത്തി ശീലിക്കുന്നവരെ ആ പരീക്ഷയോട് അടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കുന്നേ, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് അതാണോ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള. അതുകൊണ്ട് പ്രാക്ടീസ് ഇതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ പഠിക്കുന്നുണ്ട് നല്ലവണ്ണം. പലരും എവിടെ എനിക്ക് കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് വരുമ്പോൾ നമുക്കറിയാം എല്ലാവരും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇത് പഠിക്കണം, ഭരണഘടനാ നിർമ്മാണ സഭയാണോ അതോ ലിസ്റ്റുകളാണോ അതോ ഭരണഘടന സുപ്രധാന നിയമങ്ങൾ പഠിക്കണോ, എക്കണോമിക്സ് എവിടെ? അപ്പൊ നമുക്ക് തന്നെ കേൾക്കാൻ പറയാം, ഒരു ജോലിയുടെ ആവശ്യകതയ്ക്ക് അവര് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോടും പറയാണ്, നിങ്ങളിൽ ഒരാളും സെയിം തന്നെ. കാരണം എന്താ? വാശി എന്ന് പറയുന്ന ആർക്ക് കിട്ടുന്നോ, ടോപ്പിക് അനുസരിച്ച് ആര് കവർ ചെയ്യുന്നോ അവരെ രക്ഷപ്പെട്ടു പോകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നീ വേറെ ഒന്നും വേണ്ട, കുറച്ച് യാത്രകളൊക്കെ ഒഴിവാക്കുക, കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെയൊക്കെ ഒഴിവാക്കുക. ആഘോഷങ്ങൾ, ഉത്സവങ്ങളൊക്കെ വരും. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഉത്സവത്തിന് മാത്രം പോവുക. അടുത്ത പ്രാവശ്യവും കൂട്ടുകാരന്റെ ഉത്സവത്തിന് പോവാം, കറങ്ങാൻ പോവാം, ഗാനമേള കാണാം, DJ കാണാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇപ്പൊ ഒന്ന് സേഫ് ആവാതെ, ഇതൊന്നും ആവാതെ നിങ്ങൾക്ക് ഇച്ചിരി വരെ അല്ലേ ഉള്ളൂ, ഞാൻ അവിടെ ഇന്നത്തെ ദിവസം അല്ലേ ഉള്ളൂ, നാളെ ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്നത് ഇത് നോക്കുമ്പോൾ നീ ആകെ എണ്ണപ്പെട്ട ദിവസം, നാളെ ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പോകുന്നില്ല, ഈ വർഷം ഞാൻ പോകുന്നില്ല എന്ന് മാറ്റി വെച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അന്ന് ഒരു 500 ചോദ്യം പഠിക്കുകയാണെങ്കിൽ അതല്ലേ വലുത്. ഇനി കൂടിപ്പോയ എത്ര മാസം ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ? 2 മാസം തികച്ചുണ്ടോ പരീക്ഷകളുടെ കാലഘട്ടം തുടങ്ങാൻ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതി വരരുത്. ഇന്ന് ഞാൻ പോയാൽ നാളെ ഞാൻ കുറേ നേരം ഇരിക്കാം. നമ്മൾ തുടർച്ചയായി പഠിക്കുന്നവനെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ. അല്ലാതെ എന്നും അവിടെ തരുമ്പോൾ ചിലപ്പോൾ ചിലർ കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ അവിടെ കുറെ നോട്ട് എഴുതും, അവിടെ ഇരുന്ന ചെറിയ ടെസ്റ്റ് പേപ്പർ ഇടും. ഇതിലല്ല, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്. റിവിഷൻ, സിലബസ് കണ്ടിട്ട് സിലബസ് ഓരോ പോർഷൻസ് റിവിഷൻ നടത്തി എവിടം വരെയൊക്കെ തീർന്നു എന്ന് റിവിഷൻ നടത്തി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പരീക്ഷയിലേക്ക് അടുക്കുന്നത്. ഇത് ചിലവർ ഈ കോച്ചിങ് സെന്ററിൽ കുറച്ച് ടോപ്പിക്ക് മാത്രം തരും, അത് പഠിച്ചിട്ട് വെക്കുക. അതല്ല, ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് അവർ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കിരുന്ന് അവർ മാക്സിമം റിവിഷൻ നടത്തി കൊണ്ടുവരുന്ന കുട്ടികളാണ് കൂടുതലും വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, മനസ്സിൽ സങ്കല്പിച്ച്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പാടുള്ള ടോപ്പിക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ വരും, എൻട്രി ആപ്പ് പോലെ എടുത്തവർക്ക് റെക്കോർഡഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്, അത് നോക്കി പഠിക്കുക. ബാക്കി സ്വന്തമായിട്ട് പഠിച്ച് മുന്നേറുക. എപ്പോഴും നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കണം വരേണ്ടത്. 1ാം സ്ഥാനം. രണ്ടാമതേ കോച്ചിങ് സെന്ററിനോ അധ്യാപകനോ ആപ്പുകൾക്കോ ഒക്കെ വരാവും. കാരണം എന്താ? നിങ്ങളാണ് ഒരു കാലത്ത് കിടന്ന് കഷ്ടപ്പെട്ടതും ടെൻഷൻ മാറ്റി വെച്ച് പഠിച്ചത് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല, ഓരോരുത്തരോടും പറയാം. 2ാം ഘട്ടത്തിലേക്ക് ഉടക്കിയാണ്. പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് ടോപ്പിക്കിലൂടെ റിവിഷൻ നടത്തി തരാം. 2ാം ഘട്ടം ടോപ്പിക്കിലൂടെ റിവിഷൻ നടത്തുമ്പോൾ ആ പോർഷൻ അങ്ങ് തീരുമല്ലോ. നോക്കിയേ, ഒന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, എക്സൈസ് ഡ്രൈവർ. അതിൽ ഈ നമ്മുടെ കേരള നാടകകലാ അക്കാദമിയെ കുറിച്ച് 4 സെന്റൻസ് തന്നിട്ട് തെറ്റേത് ശരിയായത് ഇത് എങ്ങനെ. അപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാക്സിമം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ റിസർവ് ബാങ്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരും, അതും പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. റിസർവ് ബാങ്ക്, നബാർഡ്, ഇതെല്ലാം കഴിഞ്ഞ ഇപ്പൊ നടന്ന എക്സൈസിന്റെ പരീക്ഷ അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച നടന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. ഭരണഘടന ലിസ്റ്റുകളിൽ നിന്നൊരു ചോദ്യം, അത് തന്നെ ഞാൻ വീണ്ടും കൊണ്ടുവന്നു. ഇന്ത്യൻ നവോത്ഥാന സംഘടന ഇന്ത്യയിലെ ആദ്യം കൊണ്ടുവന്നു. പിന്നെ ആവർത്തന പട്ടികയുടെ ബേസ് രൂപങ്ങൾ, ഇത് ജസ്റ്റ് ഒരു സയൻസിന്റെ ഒരു റിവിഷൻ കൊണ്ടുവന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ആദ്യത്തത് ഒരു ഇച്ചിരി കൂടുതലുണ്ട്. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇച്ചിരി കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പഴയ റിവിഷൻ ഒന്നും പറ്റാത്തത്. നമുക്ക് നോക്കാം. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കേരള സാഹിത്യ അക്കാദമിയാണ്, അല്ലെ? സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തൃശ്ശൂരാണ്, അല്ലെ? സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, ഉണ്ണായി വാര്യർ സ്മാരകം, കേരള കലാമണ്ഡലം, ഇതൊക്കെ എവിടെയാണ്? തൃശ്ശൂർ ജില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? തൃശ്ശൂർ എന്ന് പറയുന്നത്, അല്ലെ? പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? പത്തനംതിട്ട ജില്ലയുടെ ആറന്മുള. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം
ആറന്മുളയാണ്. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പത്തനംതിട്ടയുടെ ആറന്മുളയാണെന്ന് അറിയാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ നോക്കാം. കേരള സാഹിത്യ അക്കാദമി വന്നത് 1956 ഒക്ടോബർ 15 കൂടിയാണ്. 1956 ഒക്ടോബർ 15 സാഹിത്യ അക്കാദമി വരുന്നത്. ഉദ്ഘാടനം ശ്രീ ചിത്തിര തിരുനാളാണ്. ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂർ 57 മുതലാണ്. ആദ്യം ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരുന്നു. പിന്നീട് ഇതിന്റെ ആസ്ഥാനം എങ്ങോട്ടാക്കി? 57 മുതൽ ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരോട്ടാക്കി. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ആദ്യ പ്രസിഡന്റ് ആരാണ്? അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? സച്ചിദാനന്ദനാണ് അല്ലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ. അപ്പൊ 56 ഒക്ടോബർ 15 നിലവിൽ വരുന്നത്. ഇത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ഉദ്ഘാടനം ചെയ്തു. ആസ്ഥാനം ആദ്യം തിരുവനന്തപുരത്തായിരുന്നു, പിന്നീട് തൃശ്ശൂരോട്ട് മാറ്റി. ആദ്യ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കർ. ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായരാണ്. ആദ്യ നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. ഈ മാസികകൾ ഒന്ന് പഠിച്ചു നോക്കുക. സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ, ഇതൊക്കെ ഇവർ പുറത്തിറക്കുന്ന മാസികയുടെ പേരാണ്. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം. മലയാണ്മയുടെ സ്വർഗ കവാടം എന്ന് പറയുന്നത് ആപ്തവാക്യമായിട്ട് നമ്മൾ പറയാം. അപ്പൊ എന്നാ വന്നത്? 56 ഒക്ടോബർ 15. അടുത്ത കേരള സാഹിത്യ അക്കാദമി 58 ഏപ്രിൽ 26 ഇത് വരുന്നത്. അപ്പൊ 56 സാഹിത്യം വന്നപ്പം 58 ഇത് വന്നു കേരള സംഗീത നാടക അക്കാദമി വന്നു. ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. സംഗീത അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ ചെമ്പുകാവ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ലളിതകല അക്കാദമി, സംഗീത അക്കാദമി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് ചെമ്പുകാവാണ്. ഇതിന്റെ മാസിക അല്ലെങ്കിൽ മുഖപത്രം ചോദിക്കാം, കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? കേളിയാണ് മുഖപത്രം. ഇതിന്റെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാനാണ്. മറന്നുകൊണ്ട, ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? മങ്കുത്തമ്പുരാൻ. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. നിലവിലെ ചെയർമാൻ. അപ്പൊ 58 സംഗീതം വരുന്നത്. ലളിതകല അക്കാദമി വരുന്നത് 62 കൂടിയ നവംബർ 22. അപ്പൊ 56 സാഹിത്യം, 58 സംഗീതം, 62 ലളിതകല അക്കാദമി വരുന്നു. നവംബർ 22 62. ആസ്ഥാനം തൃശ്ശൂര് ചെമ്പുകാവ്. ഇവരുടെ മാസികയാണ് ചിത്രവാർത്ത, ന്യൂസ് ബുള്ളറ്റിൻ. ഇതൊക്കെ ഇവരുടെ മാസികയുടെ പേരാ. ഇതിന്റെ ആദ്യ ചെയർമാൻ M രാമവർമ്മയായിരുന്നു കേട്ടോ. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്ന അക്കാദമിയാണ് കേരള ലളിതകല അക്കാദമി. രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് കേരള ലളിതകല അക്കാദമി. ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ചെമ്പുകാവാണ് കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം. എവിടെയെന്ന് വെച്ചാൽ ഇനി കേരള ഫോക്ലോർ അക്കാദമി നോക്കാം. 1995 ജൂൺ 28 ഉദ്ഘാടനം. ജൂൺ 28 ഉദ്ഘാടനം ചെയ്തതെങ്കിലും ഇതിന്റെ പ്രവർത്തനം 1996 ജനുവരി 20 കൂടിയേ വന്നോളൂ. അപ്പം 95 ജൂൺ 28 പ്രവർത്തനം ആരംഭിച്ചു, അല്ല ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രവർത്തിച്ചത് തൊട്ടടുത്ത വർഷം 96 ജനുവരി 20. ഇതിന്റെ ആസ്ഥാനം കണ്ടോ? കണ്ണൂര് ചിറക്കൽ. ബാക്കി 3 പേരും തൃശ്ശൂർ കിടന്നു അല്ലേ? സാഹിത്യം തൃശ്ശൂര്, സംഗീതം തൃശ്ശൂര്, ലളിതകല തൃശ്ശൂര്. പക്ഷേ ഇതിന്റെ ആസ്ഥാനം എവിടെയല്ലേ? നമ്മുടെ നാടൻകല ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂര് ചിറക്കൽ. ഇവരുടെ മാസികയുടെ പേര് കണ്ടോ? പൊലി എന്ന മാസിക. അപ്പൊ കേളി സംഗീത അക്കാദമിയുടെ ആയിരുന്നു. പൊലി ആരുടെയാണ്? നമ്മുടെ നാടൻകല അക്കാദമി. ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ളയാണ്. നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. നിലവിലെ ചെയർമാൻ G ഭാർഗവൻ പിള്ളയാണ് ആദ്യ ചെയർമാൻ. PK കാളൻ പുരസ്കാരം നൽകുന്നത്. PK കാളനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PK കാളൻ അതായത് വയനാട്ടിലെ ഒരു കലാരൂപമുണ്ട്, ഗദ്ദിക കലാരൂപത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗദ്ദിക കലാരൂപം പുറം ലോകത്ത് എത്തിച്ചത് ഈ PK കാളനായിരുന്നു കേട്ടോ. വയനാട് ജില്ലയിലെ ഒരു പ്രധാന കലാരൂപമാണ്, നൃത്തരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. അടിയാള വർഗ്ഗക്കാരാണ് നടത്തുന്നത്. ഈ PK കാളന്റെ പേരിൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? അത് നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമിക്കാരാണ്. നേരത്തെ മറ്റേ രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് ലളിതകല അക്കാദമിക്കാര്. അതൊക്കെ കേരള കലാമണ്ഡലം വരാം.
27 ഇതൊരു സൊസൈറ്റി ആയിട്ടാണ് കേരള കലാമണ്ഡലം വരുന്നത്. 30 നിലവിൽ വന്നു. കേരള കലാമണ്ഡലം നിലവിൽ വന്നത് എന്നാണ് 30. തൃശ്ശൂർ ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറിലെ നാട്യഗ്രഹ എന്നല്ലേ ആസ്ഥാനത്തിന് പറയുന്ന പേര്. കേരള കലാമണ്ഡലം നാട്യഗ്രഹ എന്ന് പറയാം. തൃശ്ശൂർ ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗർ ഭാരതപ്പുഴയുടെ തീരത്തല്ലേ, രണ്ടുപേർ ചേർന്നല്ലേ സ്ഥാപിച്ചത്. ആരൊക്കെയാ? വള്ളത്തോളും മുകുന്ദരാജയും കൂടെ ചേർന്നാണ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മുടെ കേരള കലാമണ്ഡലം വരുന്നത്. 27 സൊസൈറ്റി ആയിട്ട് വന്നു. 30 ഇത് നിലവിൽ വരുന്നത്. അടുത്ത നോക്കാം. 57 കേരള സർക്കാർ ഏറ്റെടുത്ു. 57 2007 ഇതിന് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി, ഇത് ചോദിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാല പദവി കിട്ടിയത് 2007 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിക്കുകയും ചെയ്തു. ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ആണ് ആദ്യത്തത്. ഇപ്പം നിലവിലെ ചാൻസലർ, മുമ്പ് ഗവർണർമാരായിരുന്നു, ഇപ്പൊ ഈ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ സ്ഥാനം മാറ്റി, ഗവർണറിൽ നിന്ന് മാറ്റി മല്ലിക സാരാഭായി ആണ് കേട്ടോ. വൈസ് ചാൻസലർ അനന്തകൃഷ്ണനാണ്, നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായി. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണനാണ്. ചെയർമാൻ സ്ഥാനം വഹിച്ച ഏക ജ്ഞാനപീഠ ജേതാവ് നമ്മുടെ ONV കുറുപ്പാണ്. അപ്പൊ കേരള കലാമണ്ഡലം 27 സൊസൈറ്റി ആയിട്ട് വന്നു. 30 നിലവിൽ വന്നു. 57 കേരള സർക്കാർ ഏറ്റെടുത്തു. 2007 കൽപ്പിത സർവകലാശാല പദവി കിട്ടി. 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചു. നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ്. B അനന്തകൃഷ്ണനാണ് വൈസ് ചാൻസലർ ആയിരുന്നു. അടുത്ത കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനമാണ്. 1968 മാർച്ച് 11 വന്നു. ആസ്ഥാനം തിരുവനന്തപുരത്ത് നളന്തയാണ്. ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ എപ്പോഴും ആരാണ്? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. അതുകൊണ്ട് ആദ്യത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ EMSന്റെ കാലഘട്ടം 68 വരുന്നത്. ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതെന്ന 68. ഇതിന്റെ സ്ഥാപക ഡയറക്ടർ NV കൃഷ്ണവാര്യർ സ്ഥാപക ഡയറക്ടർ ആയിട്ടാ പറയുന്നത്. ഇതിന്റെ മുഖപത്രത്തിന്റെ പേര് പഠിച്ചു വെച്ചേര്, വിജ്ഞാന കൈരളി. ഇതിന്റെ മുഖപത്രം ഏതാണ്? വിജ്ഞാന കൈരളിയാണ് ഇതിന്റെ മുഖപത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നോക്കാം. 62 ഡേറ്റ് തെറ്റരുത്, 62 സെപ്റ്റംബർ 8 ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആദ്യ പ്രസിഡന്റ് K ഭാസ്കരൻ നായരാണ്. ശാസ്ത്ര കേരളം, ശാസ്ത്രഗതി, യുറീക്ക ഇതൊക്കെ ഇവരുടെ മാസികയുടെ പേര്. ഇന്ദിരാ പ്രിയദർശിനി വൃഷാമൃത അവാർഡും യുനെസ്കോയുടെ സാക്ഷരതാ പുരസ്കാരവും റൈറ്റ് ലെവ്ലിവുഡ് പുരസ്കാരവും ഒക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വന്നിട്ടുണ്ട്. 62 ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇനി മലയാളം മിഷൻ നോക്കേ. മലയാള മിഷൻ നിലവിൽ വന്നത് 84 ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മലയാള മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ചെയർമാൻ സാംസ്കാരിക മന്ത്രിയാണെന്ന് കേട്ടോ. നല്ലൊരു പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വരാം. സാംസ്കാരിക മന്ത്രി. ഇവരുടെ മുഖപത്രം കണ്ടോ? ഭൂമി മലയാളം. ഓട്ടെ, മലയാള മിഷന്റെ മുഖപത്രം ഏതാണ്? ഭൂമി മലയാളം. ഇതിന്റെ വെബ് മാസികയുടെ പേരും ചോദിച്ചിട്ടുണ്ട്, പൂക്കാലം. അപ്പൊ മലയാള മിഷന്റെ മുഖപത്രം ഏതാണ്? ഭൂമി മലയാളം. വെബ് മാസിക ഏതാണ്? പൂക്കാലം. കേളി എന്തിന്റെ? കേളി സംഗീത നാടക അക്കാദമി. പൊലി എന്തിന്റെ ആയിരുന്നു? പൊലി ഫോക്ലോർ അക്കാദമി. വിജ്ഞാന കൈരളി എന്തിന്റെയാ? വിജ്ഞാന കൈരളി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ശാസ്ത്ര കേരളം, ശാസ്ത്രഗതി, യുറീക്ക ആരുടെയാ? അത് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇപ്പം പഠിക്കുന്നു. മലയാള മിഷന്റെ മാസികയുടെ പേരും ഭൂമി മലയാളം, മുഖപത്രത്തിന്റെ പേര് ഭൂമി മലയാളം, വെബ് മാസികയാണ് പൂക്കാലം. അടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ചലച്ചിത്ര അക്കാദമി കേരളത്തിലാണ് വരുന്നത്. 98 വരുന്നു, തിരുവനന്തപുരത്ത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ചലച്ചിത്ര അക്കാദമി സ്ഥാപിക്കുന്നത് ആരാണ്? കേരളക്കാരാണ്. അടുത്ത മാർഗി കേട്ടിട്ടുണ്ട് അല്ലെ? ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 1970-71 കാലഘട്ടമാണ് കേട്ടോ. മാർഗി വരുന്നത് 1970-71 സ്ഥാപകൻ D അപ്പുക്കുട്ടൻ നായരാണ്. കഥകളി, കൂടിയാട്ടം, കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളുടെ പുനരുദ്ധാരണവും പരിശീലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന. കഥകളി, കൂടിയാട്ടം, കൂത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? മാർഗിയാണ്. 71 വന്നത്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. സ്ഥാപകൻ എന്ന് പറയുന്നത് D അപ്പുക്കുട്ടൻ നായർ. ചോദിക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നോക്കാം. വാസ്തുവിദ്യാ ഗുരുകുലം എവിടെയാണ് കേരളത്തിൽ? വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുളയിലാണ്. 1993 നവംബർ 17 വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്?
പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വർഷം പഠിച്ചു വെച്ചേരെ. 81 വരുന്നത്. 1981 വന്നു. അതും തിരുവനന്തപുരത്താണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരുടെ ആസ്ഥാനത്തിന് പറയുന്ന പേര് തളിര് എന്നതാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തളിര്. ചെയർമാൻ ഇതിന്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ എപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ട്. നേരത്തെ ചലച്ചിത്ര അക്കാദമി പറഞ്ഞു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 75 വന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ്. ഇവരാണ് ആദ്യത്തെ സ്റ്റുഡിയോ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസനത്തിന്റെ ആദ്യ സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം തിരുവല്ലത്താണ്. അല്ലാതെ ആദ്യത്തെ പ്രൈവറ്റ് സ്റ്റുഡിയോ നമുക്കറിയാം, ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ ആണ്, സിനിമാ സ്റ്റുഡിയോ. കേരള സർക്കാരിന്റെ അധിഷ്ഠിതയിലായ ആദ്യത്തെ സ്റ്റുഡിയോ നമ്മുടെ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവല്ലമാണ് സ്ഥലം. അടുത്ത സ്കൂൾ ഓഫ് ഡ്രാമ 1907 വരുന്നത്. തൃശ്ശൂര് അരനാട്ടുകര. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം തൃശ്ശൂര് അരനാട്ടുകര 1977 വരുന്നു. അത്രയാണ് പ്രധാനമായിട്ടും ആ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി സ്മാരകങ്ങളുണ്ട്. ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട, മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടി, AR രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര, അതുപോലെ കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ. അതൊക്കെ ഞാൻ അല്ലാതെ എഴുതരാം. ഇത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒരു ചോദ്യം ഉണ്ട്, ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? 26 ഹിൽട്ടൺ എന്ന കമ്മീഷൻ പ്രകാരം അന്നത്തെ വൈസ്രോയി ആയ റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്താണ് ഇങ്ങനെ ഒരു ബാങ്ക് രൂപീകരിക്കാൻ ഒരു കമ്മീഷൻ വരുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? 26 ഹിൽട്ടൺ എന്ന കമ്മീഷൻ പ്രകാരമാണ് വരുന്നത്. എന്നാണ് റിസർവ് ബാങ്ക് ആക്ട് വരുന്നത്? റിസർവ് ബാങ്ക് നിയമം നിലവിൽ വരുന്നത് 34 റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1 അപ്പൊ റിസർവ് ബാങ്ക് ആക്ട് എന്നാണ് 34, റിസർവ് ബാങ്ക് എന്നു ചോദിച്ചാൽ 35 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് വരുന്നത്. ആസ്ഥാനം എപ്പോഴും മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ് ഇപ്പോൾ ആസ്ഥാനം. പക്ഷേ 37 വരെ ഇതിന്റെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. രൂപീകരിക്കുമ്പോൾ ഇതിന്റെ ആസ്ഥാനം കൊൽക്കത്ത, 37 മുതൽ മുംബൈയിലെ നരിമാൻ പോയിന്റ്. ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 ദേശസാൽക്കരിച്ചത്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ധനകാര്യ വർഷം എപ്പോഴും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. സ്ഥാപിത മൂലധനം 5 കോടി രൂപയാണ്. ആദ്യ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ OA സ്മിത്ത് എന്ന് പഠിച്ചാലും മതി. ആദ്യ ഗവർണർ. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ ഗവർണർ എന്ന് ചോദിച്ചാലും നിങ്ങൾ ഏതാ പറയണ്ടേ? ജെയിംസ് ടെയ്ലർ ആണ്. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടെയ്ലർ. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. അപ്പൊ ആദ്യ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ. ഇദ്ദേഹമാണ് കറൻസി നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖ്. ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. നിലവിലെ 25ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ സഞ്ജയ് മൽഹോത്രയാണ്. ഇപ്പോഴത്തെ ആരാണ്? നേരത്തെ ശക്തികാന്ത ദാസ് ആയിരുന്നു. ശക്തികാന്ത ദാസ് ആണ്. ഇപ്പൊ ആരെന്ന് വെച്ചാൽ സഞ്ജയ് മൽഹോത്ര 26 നിലവിലെ ഗവർണർ. റിസർവ് ബാങ്ക് ഗവർണർ ആവുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ M നരസിംഹമാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ M നരസിംഹം കമ്മീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബാങ്കിങ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നരസിംഹം കമ്മീഷനുമായി. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ആവുന്ന ആദ്യ വനിത KJ ഉദേശി. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ബെനഗൽ രാമറാവു. റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം കടുവ. റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം എണ്ണപ്പന. എത്ര ഓർത്ത് വെച്ചിരിക്കുക? അതെല്ലാം ബേസ് ആയിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടേ. ഇവരുടെ ധർമ്മം നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പാ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്. നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പാ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്
ആരാണ്? റിസർവ് ബാങ്ക് ആണ്. പണ സപ്ലൈയുടെ നിയന്ത്രകൻ ഇതുകൊണ്ട്. ഇനി നിയമപ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസി നോട്ടിന്റെ മൂല്യം 10,000 രൂപയേ ഉള്ളൂ. ചിലപ്പോൾ അതങ്ങനെയാണ് ചോദിച്ചാലോ. അടുത്തൊക്കെ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡർ, റിസർവ് ബാങ്കിന്റെ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ അമിതാഭ് ബച്ചൻ ആണ്. അടുത്തൊക്കെ അന്താരാഷ്ട്ര നാണയനിധി IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചെല്ലേണ്ടത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പൊ IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇനി റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കേ. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ബാങ്ക്, അതായത് റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾക്ക് അങ്ങോട്ട് വായ്പ നൽകുമല്ലോ. അപ്പോൾ അവിടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ വായ്പകൾക്ക് ഒരു നിരക്ക് ഏർപ്പെടുത്തും. ഇതിനെയാണ് റിപ്പോ റേറ്റ്. അപ്പൊ കേന്ദ്ര ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയിലെ ഉള്ള നിരക്കിനെ എന്താ വിളിക്കാം? റിപ്പോ റേറ്റ്. പണപ്പെരുപ്പം ഉണ്ടാവുന്ന സമയം, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത് റിപ്പോ നിരക്ക് കൂടും. പണച്ചുരുക്ക സമയത്ത്, ഡിഫ്ലേഷൻ സമയത്ത് റിപ്പോ നിരക്ക് കുറയ്ക്കും. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ കുറവായിരിക്കും. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വന്നതാണ്. അടുത്തത് എന്താ? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് രാജ്യത്തിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഇങ്ങോട്ട് പണം വാങ്ങും. റിസർവ് ബാങ്ക് വാങ്ങും. അപ്പം റിസർവ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്നത് റിപ്പോ റേറ്റും, വാണിജ്യ ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് ഇങ്ങോട്ട് എടുക്കുന്നത് നിശ്ചിത തുക വാങ്ങുമ്പോൾ വായ്പകൾ നൽകുന്ന പലിശ പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നൽകുന്ന ഒരു പലിശ എന്താണ്? റിസർവ് ബാങ്ക് രാജ്യത്തിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശയെ വിളിക്കുന്ന പേരെന്താണ്? റിവേഴ്സ് റിപ്പോ. പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അടുത്തൊക്കെ പണച്ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. ഇനി ഒരു തുറന്ന വിപണി നയമുണ്ട്. അത് റിസർവ് ബാങ്കിൽ കിടക്കുന്നത്. കേന്ദ്ര ബാങ്ക് ഗവൺമെന്റ് ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്നൊരു പേരുണ്ട്. തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണികളിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏതാ? നമ്മുടെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടത്. അടുത്തത് ഭരണഘടനാ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഭരണഘടനാ ലിസ്റ്റുകൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ്. പിന്നെ നമുക്കൊരു അവശിഷ്ട അധികാരം എന്നും പറഞ്ഞൊരു അധികാരവും കൂടെ ഉണ്ട്. അപ്പം ആദ്യം ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7 ആണ്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 7 ആണ്. വകുപ്പ് 246. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ചോദിച്ചാൽ എത്രയാണ്? 7. വകുപ്പ് ചോദിച്ചാൽ 246. പൊതുവെ ഇത് എപ്പോഴും മാറി നിൽക്കും. യൂണിയൻ ലിസ്റ്റ് 100, സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറന്റ് ലിസ്റ്റ് 52. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ഇപ്പൊ അതിൽ റേഞ്ച് വെച്ച് നിങ്ങൾ അപ്പൊ റിസർവ് ബാങ്കിനെ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 246. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക എത്രയാണ്? 7. ഭാഷകളാണ് 8. ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 8 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തേണ്ടത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് സംസ്ഥാന സർക്കാരാണ്. കൺകറന്റ് ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമായിട്ടാണ് കൺകറന്റ് ലിസ്റ്റിലെ അധികാരം നടത്തുന്നത്. ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ, സ്റ്റേറ്റ്മെന്റ് വരാമേ, ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര പാർലമെന്റിനെ പറ്റുള്ളൂ. അവശിഷ്ട അധികാരം എന്നാണ് അതിനെ വിളിക്കുന്നത്. അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 248 ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. അവശിഷ്ടാധികാരം എത്രയാണ്? 248. ഒരു ഉദാഹരണം പറയാം. സൈബർ നിയമങ്ങൾ എപ്പോഴും PSC പരീക്ഷയ്ക്ക് ഇഷ്ടമുള്ളതാണ്. സൈബർ നിയമങ്ങൾ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാന്ന് ചോദിച്ചിട്ടുണ്ട്. സൈബർ നിയമങ്ങൾ ഭരണഘടനയുടെ അവശിഷ്ട അധികാരത്തിലാണ്. ആർട്ടിക്കിൾ 248 ആണ്. പ്രധാനപ്പെട്ട യൂണിയൻ ലിസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സെൻസസ്. എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്? 10 വർഷം കൂടുമ്പോഴാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്ത വൈസ്രോയി മയോ പ്രഭു എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് മയോ പ്രഭുവും ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭു. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് എടുത്തത് 1951 മുതലാണ് അല്ലെ. 51 മുതലാണ്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. പ്രതിരോധം പേരിലൂടെ തന്നെ കിട്ടും അല്ലെ.
പൗരത്വം, വിദേശകാര്യം, ഉന്നത വിദ്യാഭ്യാസം എഴുതരുത്, ഉന്നത വിദ്യാഭ്യാസം യൂണിയൻ ലിസ്റ്റിൽ പോട്ടെ. മേജർ തുറമുഖം വരരുത്, മേജർ തുറമുഖം, വ്യോമയാനം, റെയിൽവേ, ദേശീയപാതകൾ, തപാൽ, ടെലഫോണ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും എങ്ങോട്ട് പോകണം? കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും യൂണിയൻ ലിസ്റ്റിൽ പോകണം. ലോട്ടറിയും യൂണിയൻ ലിസ്റ്റിൽ പോകണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ യൂണിയൻ ലിസ്റ്റ് പോകും. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടോ? പോലീസ്, പൊതുജനാരോഗ്യം, ക്രമസമാധാനം, ജയില്, തദ്ദേശ സ്വയംഭരണം, കെട്ടിട നികുതി, ഭൂനികുതി, കാർഷിക നികുതി, കൃഷി, മൃഗസംരക്ഷണം, മദ്യം, ലൈബ്രറി, മ്യൂസിയം, മത്സ്യബന്ധനം, ടോൾ ഗ്യാസ് വർഗുകൾ, ഇതെല്ലാം നമുക്ക് എന്ത് പോവാം? ഇതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് പോവാം. ഇതാണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. ഇതിൽ ഏതെങ്കിലും കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരെണ്ണം തന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. ട്രേഡ് യൂണിയനുകൾ, വില നിയന്ത്രണം, മായം ചേർക്കൽ, ഇതൊക്കെ എപ്പോഴും PSC പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. വിദ്യാഭ്യാസം, വൈദ്യുതി, വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ, മായം ചേർക്കൽ, തുറമുഖങ്ങൾ, വില നിയന്ത്രണം, സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, അതാണ് തൊഴിലാളി സംഘടനകൾ. ഇതൊക്കെ എഴുതിപ്പോയി. തടവുകാരെ കൈമാറ്റം ചെയ്യൽ, നീതിന്യായം, ജനസംഖ്യാ നിയന്ത്രണം, പകർച്ചവ്യാധി തടയൽ, കോടതി അലക്ഷ്യം, പത്രങ്ങൾ, ക്രിമിനൽ നിയമം, അച്ചടി പ്രസ്സുകൾ, ട്രസ്റ്റികൾ, ട്രേഡ് യൂണിയനുകൾ, ഇതെല്ലാം എഴുതിപ്പോയി. ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് പോകുന്നത്. പഠിച്ചേ പറ്റൂ. പലതവണ നിങ്ങൾ കണ്ട് റിവിഷൻ നടത്തിയേ പറ്റൂ. അതങ്ങ് ആ നാക്കിൽ ഓർക്കുക. പല വിഷയവും ഒരു നാക്ക് വെച്ച് ഓർക്കുക. അപ്പൊ ആവശ്യം നിങ്ങളുടെ ആയിപ്പോയി. അത് പഠിച്ചല്ലേ പറ്റുള്ളൂ. പഠിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരാൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അത് തരുന്നത്. എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിക്കുന്നുണ്ട്. 76-ലെ 42-ാം ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു 5 വിഷയം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഏതാണ്? 76-ലെ 42-ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാ? 42-ാം ഭേദഗതിയാണ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 40 സ്വരൻ സിംഗ് കമ്മിറ്റി പ്രകാരമല്ലേ വരുന്നത്. ഇതിൽ നിന്ന് ഒരു 5 വിഷയം എടുത്ത് കളഞ്ഞു. വിദ്യാഭ്യാസം സ്റ്റേറ്റിൽ നിന്ന് മാറ്റി, വനം മാറ്റി, അളവുതൂക്കം മാറ്റി, നീതിന്യായം മാറ്റി, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഇത് ഇത്രയും എങ്ങോട്ട് എടുത്ത് മാറ്റി? ഇത് ഇത്രയും നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പം വിദ്യാഭ്യാസം, വനം, അളവുതൂക്കം, നീതിന്യായം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുള്ള നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 245 ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ പേര് പഠിച്ചു വെച്ചേരെ. സർക്കാരിയ കമ്മിറ്റിയും MM പുഞ്ചി കമ്മിറ്റിയും. വെരി ഇമ്പോർട്ടന്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയുടെ പേരെന്താണ്? സർക്കാരിയ കമ്മിറ്റിയും MM പുഞ്ചി കമ്മിറ്റിയുമാണ്. പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തതാണ് ഇതിന്ന് ഒരെണ്ണം ഉറപ്പാ. ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏതെന്നോ ഒക്കെ ചോദിക്കാം. നമുക്ക് ആദ്യം ഇന്ത്യയിലെ പഠിക്കാം, കേരളത്തിലെയും പഠിക്കണം. ഇന്ത്യയിലെ ആദ്യമേ അങ്ങോട്ട് ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയുടെ ആദ്യത്തെ സംഘടന ഏതാണ്? ആത്മീയ സഭ 1815. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയ്ക്ക് 2 സംഘടന. ഏതൊക്കെയാ? ആത്മീയ സഭയും ബ്രഹ്മസമാജവും. 1815 ആത്മീയ സഭ, 1828 ഏതാണ്? ബ്രഹ്മസമാജം. അടുത്ത ആര്യ സമാജം 1875 സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം 1875 സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിക്ക് രണ്ട് സംഘടനകൾ. ഏതൊക്കെയാണ്? ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും. രണ്ടും വന്നത് ഒരേ വർഷം 1875. ഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് രാമകൃഷ്ണ മിഷനാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ പ്രസ്ഥാനം 1897. രാമകൃഷ്ണ മിഷൻ 1897. അലിഗഡ് പ്രസ്ഥാനം 1875 സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ 1875. പൂന സാർവജനിക് സഭ 1870 MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പൊ പൂന സാർവജനിക് സഭ 1875 MG റാനഡെ. പ്രാർത്ഥനാ സമാജം 1867 ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം കൊണ്ടുവരുന്നത് 1867. സത്യശോധക സമാജ് 1873 ജ്യോതിറാവു ബഫൂലെ. ജ്യോതിറാവു ഫുലെ എന്നോ ബഫൂലെ എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ആത്മീയ സഭയും ബ്രഹ്മസമാജം
സമാജവും രാജാറാം മോഹൻ റോയ്, ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ, പൂന സാർവജനിക് സഭ MG റാനഡെ, സത്യശോധക സമാജ് ജ്യോതിറാവു ഫുലെ, സത്യശോധക സമാജ്, പ്രാർത്ഥനാ സമാജം തെറ്റരുത് 1867 ആത്മാറാം പാണ്ഡുരംഗ്. ഇനിയുണ്ട് കണ്ടേ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണ ഗോഖലെ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ 1905. ഹോം റൂൾ ലീഗ് കൊണ്ടുവന്നത് 1916 രണ്ടുപേർ ചേർന്ന് ആനി ബസന്റും ബാലഗംഗാധര തിലകൻ. ആനി ബസന്റ് അടയാറിൽ സ്ഥാപിച്ചപ്പം ബാലഗംഗാധര തിലകൻ പൂനെയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം 1916, ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലുമാണ്. INC വരുന്നത് 1885 AO ഹ്യൂമാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 85 AO ഹ്യൂം. സ്വരാജ് പാർട്ടി 23 മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി അല്ലേ. 23 മോത്തിലാൽ നെഹ്റുവും CR ദാസും. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് 39 സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് 1939 സുഭാഷ് ചന്ദ്രബോസ് ആണ്. സേവാ സദൻ സ്ഥാപിച്ചത് BM മലബാറി, സേവാ സമിതി കൊണ്ടുവന്നത് HN ഖുസ്രു. അപ്പൊ സേവാ സദനും സേവാ സമിതിയും തിരിഞ്ഞു പോരുത്. സേവാ സദൻ BM മലബാറി, സേവാ സമിതി വരുന്നത് HN ഖുസ്രു. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ചിലപ്പോൾ മലയാളം ചോദിക്കാം. സ്വാഭിമാന പ്രസ്ഥാനം, മലയാളം കൂടെ പഠിച്ചേക്കണേ. സ്വാഭിമാന പ്രസ്ഥാനം ആരുടെയാണ്? EV രാമസ്വാമി നായ്ക്കർ. 1925 EV രാമസ്വാമി നായ്ക്കരുടെയാണ്. അപ്പൊ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം ആരുടെയാണ്? EV രാമസ്വാമി നായ്ക്കരുടെയാണ്. വൈക്കം ഹീറോ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ആവർത്തന പട്ടികയെ കുറിച്ച് നോക്കാം. ജസ്റ്റ് കുറെ ഒരു ബേസ്, ഒരു LGS-നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂടുതലോ എന്നാല് ഒരെണ്ണമാണ് ചോദിച്ചാലോ എന്ന് വെച്ചാണ്. അതിന്റെ ഒരു സയൻസ് ഇരിക്കണമല്ലോ. എല്ലാ ഹിസ്റ്ററി ഇപ്പൊ എല്ലാ വിഷയത്തിൽ നിന്നും കടന്നു. ആദ്യം നമ്മൾ കൊണ്ടുവന്നത് കലയുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ, പിന്നെ ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ, ഭരണഘടനയുടെ ഒരു പോർഷൻസ് അല്ലേ. ഓരോന്ന് കണക്ട് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രധാനപ്പെട്ട അങ്ങ് തീരുമല്ലോ. ഇനി പരീക്ഷകൾ അടുത്തില്ല, അതുകൊണ്ട് എന്നും വന്നല്ലേ പറ്റുള്ളൂ. നോക്കെ, ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? നമ്മുടെ മെൻഡലിയേഫ് അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവ് ആദ്യമായിട്ട് നമ്മുടെ ഗാന്ധിജി ജനിച്ച വർഷത്താണ് ആവർത്തന പട്ടിക വരുന്നത്. 1769 ആവർത്തന പട്ടിക രൂപീകരിക്കുന്നത്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ് അല്ലെ. 2019 UN ആവർത്തന പട്ടിക വർഷം എന്നു ചോദിച്ചാൽ 2019 ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാ? മെൻഡലിയേഫ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. അതൊക്കെ. ഇനി നോക്കേ, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫ് ആവർത്തന പട്ടിക കൊണ്ടുവന്നപ്പം അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി കൊണ്ടുവരുന്നത്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് മെൻഡലിയേഫ്, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ആരാണ്? മോസ്ലിയാണ് കൊണ്ടുവന്നത്. ഇനി അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം, അറ്റോമിക വ്യാപ്തം, തിളനില എല്ലാം പറയാം. തിളനില, ദ്രവണാങ്കം ഇതിന്റെയൊക്കെ ആസ്പദമാക്കി ഒരു ആവർത്തന പട്ടിക കൊണ്ടുവന്നതാണ് ലോഥർ മേയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫ്, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി, അറ്റോമിക വ്യാപ്തം അഥവാ തിളനില, ദ്രവണാങ്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്? ലോഥർ മേയർ ആണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത് ആകെ പീരീഡുകൾ 7 ഉണ്ട്. ഏറ്റവും വലിയ പീരീഡ് 6ഉം ചെറിയ പീരീഡ് 1ഉമാണ്. ഗ്രൂപ്പുകൾ 18 ഉണ്ട്. മൂലകങ്ങൾ മൊത്തം എത്ര ഉണ്ട്? മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ 118. അപ്പൊ പീരീഡുകൾ 7ഉം ഗ്രൂപ്പുകൾ 18ഉമാണ്. പിന്നെ മൊത്തം മൂലകങ്ങൾ 118. അതിൽ സ്വാഭാവിക മൂലകം 92. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, രണ്ടാമത്തെ കൃത്രിമ മൂലകം പ്രൊമിത്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാണ്? പ്രൊമിത്യമാണ്. അടുത്തൊക്കെ ഒന്നാം ഗ്രൂപ്പിനെ ആൽക്കലി ലോഹം, രണ്ടാം ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് ലോഹം. പിന്നെ നോക്കെ,
3 മുതൽ 12 വരെ ഉള്ളവരെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. 13 ബോറോൺ, 14 കാർബൺ. ഈ ഇംഗ്ലീഷ് അക്ഷരം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ബി കഴിഞ്ഞല്ലേ സി വരൂ, സി കഴിഞ്ഞല്ലേ എൻ വരൂ, എൻ കഴിഞ്ഞല്ലേ ഒ വരൂ. അപ്പം ബി ബോറോൺ 13, കാർബൺ 14, നൈട്രജൻ 15, ഓക്സിജൻ 16. 13-ാം ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം, 14-ാം ഗ്രൂപ്പിനെ കാർബൺ കുടുംബം, 15-ാം ഗ്രൂപ്പിനെ നൈട്രജൻ കുടുംബം, 16-ാം ഗ്രൂപ്പിനെ ഓക്സിജൻ കുടുംബം അഥവാ ചാൽക്കോജനുകൾ എന്ന് വിളിക്കുന്നു. 17ഉം 18ഉം വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിക്കും. ഹാലജനുകൾ 17-ാം ഗ്രൂപ്പും 18-ാം ഗ്രൂപ്പുകളെയാണ് നമ്മൾ അലസവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 18. ഇനി ബ്ലോക്കുകൾ ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റിവിഷൻ കേട്ടോ. ഒരു LDC LGS പോലീസിനും ചിലപ്പോൾ ചോദിച്ചാലോ, ഇതൊക്കെ ചിലപ്പം ചോദിക്കാം. 1-ാം ഗ്രൂപ്പും 2-ാം ഗ്രൂപ്പും എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഉള്ളത് ഡി ബ്ലോക്ക്. 1ഉം 2ഉം ഗ്രൂപ്പുകാരെ ഏത് ബ്ലോക്കിൽ പെട്ടു? എസ് ബ്ലോക്ക്. 3 മുതൽ 12 വരെ ഉള്ളവരെ ഏത് ഗ്രൂപ്പിൽ വന്നു? ഡി ബ്ലോക്ക് മൂലകത്തിൽ വന്നു. പിന്നെയോ 13 മുതൽ 18 വരെ പി ബ്ലോക്കിൽ വരണം, പി ബ്ലോക്ക്. ഇനി ലാന്തനൈഡുകളും ആക്ടിനൈഡുകളെയാണ് എഫ് ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞു വന്നത് എസ് ബ്ലോക്ക് 1ഉം 2ഉം ഗ്രൂപ്പുകാരെ, പിന്നെ ഡി ബ്ലോക്കാണ് 3 മുതൽ 12 വരെയുള്ള സംക്രമണ മൂലകങ്ങൾ, പിന്നെയോ 13 മുതൽ 18 വരെയുള്ളതിനെ പി ബ്ലോക്ക് എന്നും ലാന്തനൈഡുകളെയും ആക്ടിനൈഡുകളെയും ചേർത്ത് ഏത് ബ്ലോക്കിൽ പെട്ടോ? എഫ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു. ഇനി അവസാനമായി വന്ന 4 മൂലകങ്ങളുടെ പേരുകൾ ചോദിക്കും. അവസാനം കണ്ടുപിടിച്ച 4 മൂലകങ്ങൾ: നിഹോണിയം 113 നിഹോണിയം, മോസ്കോവിയം 115 മോസ്കോവിയം, ടെന്നിസൈൻ 117, ഒക്കാനസൻ 118. ചിലപ്പം പ്രൊനൗൺസിയേഷൻ ഒക്കെ ഇച്ചിരി മാറ്റം കാണേ. നിഹോണിയം 113. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ഏഷ്യൻ രാജ്യത്തിൽ അതിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് നിഹോണിയം. 113ാമത്തെയാണ്. ജപ്പാന്റെ പേരിലായിരുന്നു. ജപ്പാന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നിഹോണിയമാണ് ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ. അടുത്തത് മോസ്കോവിയം. മോസ്കോവിയം ചോദിക്കും. മോസ്കോവിയം എന്താ? റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ പേരില് അല്ലെ? മോസ്കോവിയം 115. ടെന്നിസൈൻ അമേരിക്കയുടെ ഒരു സ്ഥലമല്ലേ, ടെന്നീസ് വാലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? 117. ഒക്കാനസൻ 118. അപ്പൊ 118ാമത്തെ ആളാരാണ്? ഒക്കാനസൻ. ഇത് ചോദിക്കാം. അവസാനമായി കണ്ടുപിടിച്ച 4 മൂലകങ്ങളുടെ പേരുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് ഈ ആവർത്തന പട്ടികയിൽ അഷ്ടക നിയമം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. സംഗീതത്തെ അടിസ്ഥാനമാക്കി അഷ്ടക നിയമം കൊണ്ടുവന്നത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം കൊണ്ടുവന്നത്. ട്രയാഡ് നിയമം കൊണ്ടുവന്നത് ഡൊബറൈൻ എന്ന് പറയുന്നത്. ത്രികങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ട്രയാഡ് നിയമം കൊണ്ടുവന്നത് ഡൊബറൈൻ. അപ്പൊ അഷ്ടക നിയമം കൊണ്ടുവന്നത് ആരാണ്? അഷ്ടക നിയമം കൊണ്ടുവന്ന ആളുടെ പേര് ജോൺ ന്യൂലാൻഡ്സ്. ആവർത്തന പട്ടികയിൽ ട്രയാഡ് ത്രികങ്ങൾ കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരെയാണ്? അത് ഡൊബറൈൻ ആണ്. ഇനി 99ഉം 100ഉം 101ാമത്തെ മൂലകം എന്ന് പഠിച്ചേരെ. 99ാമത്തത് ഐൻസ്റ്റീനിയം. 3 പ്രശസ്ത വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നതാ. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെൻഡലീവിയം. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 ഏതാണ്? മെൻഡലീവിയം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കേ. അടുത്തത് 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെ പൊതുവെ നമുക്ക് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കാം. പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ഓർത്തു വച്ചിരിക്കണേ. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ഇനി ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ ഇടത്തു നിന്ന് വലത്തോട്ട് പോയാൽ ഏതാണ്? ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ്. ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴോട്ട് വന്നാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മൂലകങ്ങളുടെ നോക്കാം. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5. കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. സോഡിയം 11,
മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ ആണ് 16, ക്ലോറിൻ ആണ് 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20. ആദ്യത്തെ 20 എണ്ണം നല്ലവണ്ണം അങ്ങ് പഠിച്ചോ. ആദ്യത്തെ 20-ൽ ഒരു മാറ്റവും വരുത്തരുത്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിടെ. ആദ്യത്തെ 20: ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, 11 മുതലൊക്കെ സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, 20 കാൽസ്യം. പഠിച്ചു വെക്കണേ. പലതവണ പഠിച്ചാൽ മതിയുടെ. ഞാനൊക്കെ ഇങ്ങനെ തന്നെ പലതവണ ഇങ്ങനെ ഓർത്തോർത്ത് കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്തൊക്കെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒരു ഓർഡറിലായതുകൊണ്ട് എപ്പോഴെങ്കിലും PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എനിക്ക് അവിടെ ഒരു മാർക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒന്നും കൂടെ പഠിച്ചു. ഇരുമ്പിന്റെ അറ്റോമിക നമ്പർ 26, ചെമ്പിൻ്റെത് 29, ഇരുമ്പിൻ്റെത് 26, ചെമ്പ് 29, വെള്ളിയാണ് 47. വെള്ളിയുടെ അറ്റോമിക നമ്പർ 47. 50 ടിന്നാണ് കേട്ടോ. 50 ഏതാണ്? ടിന്ന്. യുറേനിയത്തിൻ്റെത് സ്വാഭാവിക മൂലമായ യുറേനിയം 92 ആണ്. യുറേനിയത്തിന്റെ എത്ര? 92. പ്ലാറ്റിനം 78, സ്വർണം 79, മെർക്കുറി 80. മെർക്കുറി എത്ര? 80. 74 ആണ് ടങ്സ്റ്റൻ. W എന്ന പ്രതീകം എന്തിന്റെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ടങ്സ്റ്റൻ. അപ്പം W എന്ന പ്രതീകം എന്തിന്റെ എന്നൊക്കെ ചോദിച്ചാൽ ടങ്സ്റ്റന്റെ ആണ്. വുൾഫ്രം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ 78 പ്ലാറ്റിനം, 79 സ്വർണം, മെർക്കുറിയുടെ എത്രയാണ്? 80 ആണ്. ടങ്സ്റ്റന്റെ എത്രയാണ്? 74 ആണ്. ടങ്സ്റ്റന്റെ പ്രതീകം എന്താണ്? W ആണ്. ലിറ്റിൽ സിൽവർ ഏതാ? പ്ലാറ്റിനം. ക്യുക്ക് സിൽവർ ഏതാ? മെർക്കുറി. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം ആണെങ്കിൽ ക്യുക്ക് സിൽവർ ഏതാണ്? മെർക്കുറി ആണ്. ക്യുക്ക് സിൽവർ. മീനമാത രോഗം മെർക്കുറിയുടെ ആധിക്യം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? മീനമാത രോഗം. മെർക്കുറിയുടെ ഒരു അയിരിന്റെ പേരല്ലേ? സിന്നബാർ. സിന്നബാർ എന്ന അയിര് എന്തിന്റെ ആയിരുന്നടെ? മെർക്കുറിയുടെ ആണ്. സിന്നബാർ. ഗലീന എന്ന അയിര് കേട്ടിട്ടുണ്ടോ? ഗലീന ലെഡ്. ഗലീന ലെഡ്. കലാമിൻ കേട്ടിട്ടുണ്ടോ? കലാമിൻ സിങ്ക്. സിന്നബാർ മെർക്കുറി, ഗലീന ലെഡ്, കലാമിൻ സിങ്ക്. കലാമിൻ എന്തിന്റെ അയിരാണ്? സിങ്ക്. ബോക്സൈറ്റോ? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ. പിച്ച് ബ്ലെൻഡോ? യുറേനിയത്തിന്റെ. ബോക്സൈറ്റ് അലൂമിനിയം. പിച്ച് ബ്ലെൻഡ് എന്തിന്റെയാ? യുറേനിയത്തിന്റെയാണ് പിച്ച് ബ്ലെൻഡ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെയാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്തിന്റെയാണ്? ഇരുമ്പിന്റെയാണ് ഹേമറ്റൈറ്റും. ഓക്കെ. ബിസ്മത്തറൈറ്റ് ആണ് സ്വർണം. അർജന്റൈറ്റ് ആണ് വെള്ളി. മോണോസൈറ്റ് തോറിയം, ഇൽമനൈറ്റ് ടൈറ്റാനിയം. അത് ഞാൻ വേറൊരു സെക്ഷൻ ആയിട്ട് ലോഹങ്ങൾ അയിരുകളൊക്കെ എഴുതിക്കൊണ്ടുവരാം. ഇപ്പൊ അതൊന്ന് റിവിഷൻ ആയിട്ട് വെക്കുക. ഇത്രയുമാണ് ഞാൻ ആ ആവർത്തന പട്ടികയിലെ ബേസ് കാര്യം. തോന്നിയൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ നവോത്ഥാന സംഘടനകൾ പഠിച്ചു. പിന്നെ നമ്മൾ ഭരണഘടനാ ലിസ്റ്റുകൾ പഠിച്ചു. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ പഠിച്ചു. ഇതെല്ലാം ഇന്നത്തെ എല്ലാം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. അടുത്ത ആഴ്ച തന്നെ കുറച്ച് പുതിയ ടോപ്പിക്കുകളുമായിട്ട് പ്രധാനപ്പെട്ടതെല്ലാം കൂടെ റിവിഷൻ ഒരു ഓർഡറിൽ എഴുതി വെക്കുക. നമുക്കൊരു 100 എണ്ണമെങ്കിലും ആക്കണം. പോലീസ് പരീക്ഷ പോകുന്നതിന് മുമ്പ് ഒരു 100 എണ്ണമെങ്കിലും ആക്കി റിവിഷൻ നടത്തണം. മുമ്പും ഒക്കെ എൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കേൾക്കുക കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കുന്നല്ലേ? പഠിച്ചിട്ടൊക്കെ ബോറടിക്കുന്ന സമയത്ത് വെറുതെ ഒരു ചാരി വെച്ച് കേൾക്കുക. അത് മതി. മാക്സിമം നിങ്ങൾക്ക് ആ പഠിച്ചത് ഓർമ്മ കിട്ടും. പല വേർഡുകളും ഓർമ്മ കിട്ടും. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന സമയമൊക്കെ നിങ്ങൾ സംസാരമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടൊന്ന് ചാരി വെച്ച് നോയിസ് ആയിട്ട് കേൾക്കുക. അത് മാത്രം മതി. ആ ഒരു റിവിഷൻ പ്രയോജനപ്പെടും. ഓക്കെ. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നല്ലൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.